ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ കുറേ ദിവസത്തെ പണിക്കൊക്കെ പോയതിനു ശേഷം ഇനി എങ്ങനെ ഐഫോൺ വാങ്ങാം, പൈസ ഉണ്ടാക്കാമെന്ന് നല്ല രീതിയിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇനി പറയാൻ പോണത് കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു കൂലിപ്പണിക്ക് പോകുന്ന ആളിനെ അറിയാം ആ ജോലിയുടെ കഷ്ടപ്പാട് എന്താണെന്നും പിന്നെ എല്ലാ ദിവസവും പണി ഉണ്ടാവില്ല എന്നും. സോ ഗൈസ്, അതുകൊണ്ട് ഞാൻ കരുതി എനിക്ക് അറിയാവുന്നുള്ള പണി നല്ല വൃത്തിക്ക് ക്ലീൻ ആയിട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ വീണ്ടും ആലോചിക്കാൻ തുടങ്ങി, എന്താണ് എനിക്ക് അറിയാന്നുള്ള പണി. അങ്ങനെ ഇരുന്നും കിടന്ന് നിന്നും ഒക്കെ ഞാൻ ആലോചിച്ചു. അങ്ങനെ അവസാനം ഞാൻ ഒരു ഉത്തരത്തിലോട്ടെത്തി ഗൈസ്. അഡ്വർടൈസ്മെന്റ് കമ്പനി. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടാവും, ഒരു ഐഫോൺ വാങ്ങാൻ പൈസ ഇല്ലാതെ ഞാൻ എങ്ങനെയാണ് ഒരു അഡ്വർടൈസ്മെന്റ് കമ്പനി തുടങ്ങാൻ പോണേന്ന്. എനിക്ക് പറഞ്ഞോളൂ ഗൈസ്. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, ഈ ലോകത്ത് പൈസയേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനെ മനസ്സിൽ കുറേ ചോദ്യങ്ങളും ശരിയാണോ എന്ന് അറിഞ്ഞിടാത്ത ഉത്തരങ്ങളുമായിട്ട് ഞാൻ നേരെ പോയത് എൻ്റെ സ്വന്തം ജെമിനിയുടെ അടുത്താണ് ഗൈസ്. അങ്ങനെ ജെമിനി എനിക്ക് കുറച്ച് മോട്ടിവേഷൻ തന്നെ ഗൈസ്. ജസ്റ്റ് സ്റ്റാർട്ട് ആൻഡ് അപ്ഗ്രേഡ്. അത് ഫസ്റ്റ് നമ്മൾ തുടങ്ങുക, എന്നിട്ട് അപ്ഗ്രേഡ് ചെയ്യുക. അപ്പോൾ ഈ നിമിഷം മുതൽ നമ്മൾ തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നാണ് നമ്മളൊരു റീൽ എടുത്ത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച്. അതായത് നമ്മളിങ്ങനെ ഒരു സാധനം തുടങ്ങിയിട്ടുണ്ടെന്ന് ആൾക്കാരെ അറിയിക്കുക, അത് കണ്ടിട്ട് ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അതാണ് ഗൈസ് നമ്മുടെ ഇൻറ്റൻഷൻ. ഗൈസ് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നോണം നമ്മൾ എന്താ പറയുക, വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. കാണിച്ചു തരാം ഗൈസ്. ഗൈസ്, ഈ വീഡിയോയുടെ റെസ്പോൺസ് പോലെ എനിക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും നമുക്ക് പ്രൊജക്റ്റ് തരാണെങ്കിൽ ആ പ്രൊജക്റ്റായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. അല്ലെങ്കിൽ അതൊരു സർപ്രൈസാണ് ഗൈസ്, നിങ്ങൾ കണ്ടു നോക്ക്. ഗൈസ്, അപ്പോൾ ആ വീഡിയോ റെസ്പോൺസ് വന്നിട്ടുണ്ട്. ഒരു കൂട്ടരെ മെസ്സേജ് അയച്ചു. അതൊരു ലൈറ്റ് ആൻഡ് സൗണ്ട്സിൻ്റെ കമ്പനിയാണ്. അപ്പോൾ ചെറുക്കനായിട്ട് സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ശ്രീജുവിൻ്റെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ്. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്ക്രിപ്റ്റ് കുറച്ച് ഡിസ്കസ് ചെയ്ത് അതിൽ കുറച്ച് ഇംപ്രൂവൈസേഷൻസ് ഒക്കെ വരുത്താറുണ്ട്. അപ്പോൾ അതിനായിട്ടാണ് വന്നേ ഗൈസ്. ഞാൻ ഒരു AI വെച്ചിട്ട് ഒരു അടിപൊളി സ്ക്രിപ്റ്റ് പറഞ്ഞു ഗൈസ്. ബേസിൽ ജോസഫ് ഒക്കെ നല്ല മാർഗമായിട്ട് അഭിനയിച്ചു. നീ കാണുമ്പോഴൊക്കെ അപ്പോൾ അത് പറഞ്ഞപ്പോൾ ആർക്കും ഇഷ്ടപ്പെട്ടു. സോ നമ്മൾ വേറൊരു സ്ക്രിപ്റ്റിലോട്ട് മാറിയിരിക്കുകയാണ്. എല്ലാവരുടെ ഒരു അഭിപ്രായത്തിൽ ഞാൻ തന്നെ സംസാരിക്കും. അപ്പം ഇത് എങ്ങനെ ഉണ്ടല്ലേ സ്ക്രിപ്റ്റ് ഒക്കെ കേട്ടിട്ട്? ശ്രീജു എങ്ങനെയുണ്ട്? സ്ക്രിപ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? കേട്ടില്ല? ഇത് അവന്റെ അഭിനയമാണെങ്കിൽ അവനൊരു അവാർഡ് കൊടുക്കേണ്ടി വരും. ഞാൻ സ്ക്രിപ്റ്റ് എന്തായാലും വായിച്ചു തരാം. നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്ന സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒരു അതിരടി റെഫറൻസ് വെച്ചിട്ടുള്ളൊരു സ്ക്രിപ്റ്റ്. അപ്പോൾ ഫസ്റ്റ് അതിലൊരു സീനുണ്ട്, ഈ പരിപാടി നടത്തുന്ന നീ ഒരു ജഗന്നാഥനോ എന്ന് പറഞ്ഞിട്ടൊരു സീനുണ്ട്. അപ്പോൾ അവിടെ നേരെ കട്ട് ചെയ്തിട്ട് നമ്മുടെ സ്ക്രിപ്റ്റിലോട്ട് ശ്രീജിന് ഓർഡ അല്ല, അവന്റെ ഇതിൽ കൂടെ കേൾക്കാൻ പറ്റും, കുഴപ്പമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന്റെ സ്പെക്ക് കാര്യങ്ങള്, പിന്നെ അവന്റെ ലൈറ്റ് കമ്പനിയുടെ സ്പെക്ക് കാര്യങ്ങള്, പിന്നെ കോണ്ടാക്ട് ഡീറ്റെയിൽസ്. ലാസ്റ്റ് ഇത് വെറും ഒരു അടിയല്ലേ എന്നൊരു ഡയലോഗ് ഉണ്ട് അതിന്റെ ടൈറ്റിൽ ടീസറിലുണ്ട്. അപ്പോൾ ആ ഡയലോഗ് കട്ട് ചെയ്തിന്റെ ഇടയിൽ അടിയപ്പോഴത്തേക്കും അത്യാവശ്യം കിട്ടില്ലോ. ഇതാണ് കറന്റ്ലി. ഇല്ല, ആ സ്ക്രിപ്റ്റിലല്ല, മീൻസ് ഇത് മറ്റേടാ. ഇത് 6 കൊല്ലത്തിന് ശേഷമാണ് വീഡിയോ. 6 കൊല്ലത്തിന് ശേഷം അടുത്ത ആഴ്ച വരും. ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞോണ്ടേ വരും. വിശ്വാസം അതൊക്കെയാണല്ലോ എല്ലാം. ഗൈസ്, ഞാൻ വേറെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് മൊത്തത്തിൽ ഒന്ന് AI ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് അതിരടിയിൽ ചെയ്യുന്ന ഒരു വീഡിയോ ആണത്. അതിന്റെ സ്ക്രിപ്റ്റ് ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ നോക്കിയോ ഗൈസ്. അപ്പം നിനക്ക് ഇഷ്ടപ്പെട്ട ആളെ അത് ഞാൻ വായിച്ചു തരാം. സാം എന്ന് പറഞ്ഞാൽ ആ ക്യാരക്ടർ ആണെങ്കിൽ 2 വർഷമായിട്ട് മുടങ്ങി ബേസിൽ ജോസഫ് 2 വർഷമായിട്ട് മുടങ്ങി കിടക്കണ ഫെസ്റ്റ് നടത്താന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ സംസാരിക്കുന്നുണ്ട്. ആ ട്രെയിലറിൽ വേറൊരു ക്യാരക്ടർ ചോദിക്കുന്നുണ്ട്, മുടങ്ങി കിടക്കണ ഫെസ്റ്റ് നടത്തുന്ന നീ ആര്, ജഗന്നാഥനോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കട്ട് ചെയ്യും. ഈ സെയിം നേരത്തെ പറഞ്ഞ കാലത്ത് അതേപോലെ തന്നെ സെയിം കട്ട് ചെയ്തിട്ട് അവിടുത്തെ ബാക്കിയല്ല AI ആണ്. ആ AIയിൽ ഞാൻ കയറി ഗൈസ്. ആ ഫ്രെയിമിൽ ഞാൻ കയറിയിട്ട്, എന്നാലും നീ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നിട്ട് ഞാൻ സാംകുട്ടിയുടെ അടുത്ത് പോയിട്ട് സാംകുട്ടി ആശ്വസിപ്പിക്കും. എടാ സാമ, നീ വിഷമിക്കണ്ട, നമുക്ക് ഇതിന് പറ്റിയൊരു സ്ഥലം ഉണ്ടെന്ന് പറയും. അപ്പൊ സാംകുട്ടി തിരിച്ചു ചോദിക്കും എവിടെയാടാന്ന് ചോദിക്കും. ഞാൻ പറയണ ഡയലോഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവാതിര ലൈറ്റ് ബോക്സ്. അങ്ങനെ നമ്മളെ സാംകുട്ടി നടന്ന് നമ്മളെ മുള്ളിക്കാട് നമ്മൾ ഷിബിന്റെ ഡെക്കറേഷന്റെ ഫ്രണ്ടില് ഗൈസ്. അങ്ങനെ ഷിബിന്റെ ലൈറ്റ് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് നമ്മളെ സാംകുട്ടി കോളേജിൽ പരിപാടി നടത്തും. ഞങ്ങളുടെ വെച്ച് ഉണ്ടാക്കുന്ന സാധനം അത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. ഷിബിൻ തന്നെ പറഞ്ഞത് മാറ്റായി അവനെ വെച്ചു കൊടുത്താ ഗൈസ്. ഇതിന്റെ ഇടയിൽ ചെറിയൊരു ട്വിസ്റ്റൊക്കെ ഉണ്ടായി.
ഞാൻ നോക്കിയപ്പോഴത്തേക്കും ആകപ്പാട് ഒരാടേ കിട്ടിയുള്ളൂ. അതുകൊണ്ടൊന്നും നമുക്ക് ഐഫോൺ വാങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സോ ഞാൻ വേറെ ജോലി ചെയ്ത് തുടങ്ങി, ഡെലിവറി. ഈ കാർട്ടിൻ്റെ ഡെലിവറിക്ക് ഡെലിവറി എല്ലാം കഴിഞ്ഞു, ബാഗ് മൊത്തം കാലിയായി. നമ്മുടെ ഈ ഡെലിവറിക്ക് സാലറി വരുന്നത് പെർ വീക്കാണ്. അതായത് ഒരാഴ്ച കഴിയുമ്പോൾ അതിന് മുമ്പിലത്തെ ആഴ്ചത്തുള്ള സാലറി കിട്ടും അങ്ങനെ. അപ്പോൾ ഈ ആഴ്ചത്തെ സാലറി എത്ര കിട്ടുമെന്ന് പറഞ്ഞുതരാം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹബ്ബ്. അതായത് നമ്മൾ ഒരു ദിവസം ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ക്യാഷൊക്കെ ഇവിടെ കൊടുക്കേണ്ടിണ്ടാവും. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി നമ്മളിവിടെ തിരിച്ചു വരണം. പിന്നെ തിരിച്ച് റീപ്ലേസ്മെൻറ്റ് സാധനങ്ങൾ എന്തെങ്കിലും കാണും. അപ്പോൾ അതും തിരിച്ചു കൊണ്ടുകൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ തിരിച്ചു വരണേ. ഗൈസ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വേറൊരു വലിയ ടിസ്റ്റ് ഉണ്ടായി. അത് പറയാനല്ലേ ഗൈസ്, ഒരു സർപ്രൈസാണ്. നിങ്ങൾ അടുത്ത വീഡിയോയിൽ കാത്തിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് സന്ധിക്കും വരയ്ക്കും വണക്കം.